നമസ്കാരം, ആയുഷ്വേദ ആരോഗ്യ ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്വേത. വേനൽക്കാലത്ത് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ഡീഹൈഡ്രേഷൻ പോലത്തെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന കുറച്ച് ആഹാരത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഇതിൽ ആദ്യത്തേതാണ് തണ്ണിമത്തൻ. തണ്ണിമത്തനിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട്. ഇതിൽ 95% വെള്ളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ ഡീഹൈഡ്രേഷനിൽ നിന്നും രക്ഷിക്കാൻ സഹായിക്കുന്ന നല്ലൊരു സമ്മർ ഫ്രൂട്ടാണ്. നമ്മുടെ ശരീരത്തിന് പോഷണം നൽകാനും നമ്മുടെ മനസ്സിന് ഉന്മേഷം നൽകാനും നല്ലൊരു ഫ്രൂട്ടാണിത്. രണ്ടാമത്തേതാണ് വെള്ളരിക്ക. വെള്ളരിക്കയിലും 95% വെള്ളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും നമുക്ക് ഡീഹൈഡ്രേഷനിൽ നിന്നും രക്ഷിക്കാൻ സഹായിക്കുന്ന നല്ലൊരു വെജിറ്റബിൾ ആണ്. ഇതും നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കാനും നമ്മുടെ ചർമ്മത്തിന്റെ ജലാംശം നിലനിർത്താനും നമ്മുടെ ശരീരത്തിന്റെ ജലാംശം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു വെജിറ്റബിൾ ആണിത്. മൂന്നാമത്തേതാണ് സംഭാരം. വേനൽക്കാലത്ത് എല്ലാവർക്കും കുടിക്കാൻ ഇഷ്ടമുള്ള നല്ലൊരു ഡ്രിങ്കാണ് സംഭാരം. ഇത് നല്ലൊരു പ്രോബയോട്ടിക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. ഡീഹൈഡ്രേഷൻ തടയാനും സഹായിക്കുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. അടുത്തതാണ് ഓറഞ്ച്. ഓറഞ്ചും നല്ലൊരു സമ്മർ ഫ്രൂട്ടാണ്. ഇതിൽ വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാനും നമ്മളെ ഡീഹൈഡ്രേഷനിൽ നിന്നും രക്ഷിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഫ്രൂട്ടാണിത്. അഞ്ചാമത്തേതാണ് ഉള്ളിനീര്. ഉള്ളിനീരിൽ ധാരാളം പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ ഡീഹൈഡ്രേഷനിൽ നിന്നും രക്ഷിക്കാൻ സഹായിക്കുന്ന നല്ലൊരു വെജിറ്റബിൾ ആണ് ഇത്. ആറാമത്തേതാണ് വാഴപ്പഴം. വാഴപ്പഴത്തിന് ധാരാളം ഊർജ്ജമൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു ഫ്രൂട്ടാണ്. ഡീഹൈഡ്രേഷനിൽ നിന്നും നമ്മളെ രക്ഷിക്കാനും സഹായിക്കുന്ന നല്ലൊരു ഫ്രൂട്ടാണ്. അടുത്തതാണ് സ്ട്രോബെറി. സ്ട്രോബെറി നമുക്ക് സമ്മർ ഫ്രൂട്ട്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം ഇതിൽ ധാരാളം വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് ഉന്മേഷം നൽകാനും എനർജി നൽകാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഫ്രൂട്ടാണിത്. വേനൽക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഈ സമയത്ത് അമിത ഭക്ഷണം ഒഴിവാക്കുക. കാരണം നമുക്ക് ഈ സമയത്ത് ദഹനം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഡയറ്റിനെ ചൂസ് ചെയ്യുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. ദാഹിക്കുന്നില്ലെങ്കിൽ നന്നായി വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ധാരാളം പഴങ്ങളും പച്ചക്കറികളും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. നോൺ വെജിറ്റേറിയൻ ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഒരു നോൺ വെജിറ്റേറിയൻ ഫുഡ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ മത്സ്യമാണ്. അത് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വേനൽക്കാലം നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ തന്നെ അതികഠിനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ചൂടിൽ നിന്നും നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കാൻ നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.